അല്ല പൊന്നോ, അനുവിനെ വിളിക്കണ്ടേ? ഓ, നല്ലൊരു വിഷയമായിട്ട് എന്തിനാ അഹങ്കാരിന്റെ കാര്യം പറയുന്നേ? അവളെ വിളിക്കൊന്നും വേണ്ട, വേണേ എണീച്ച് വരട്ടെ. അതെ, കൊറേ കാലായി ഇത്ര അടിപൊളി ഒരു കണി കണ്ടിട്ട്. പോയി കിടന്ന് ഉറങ്ങാ. ഇപ്പൊ തന്നെ ഉറങ്ങണം, കുറച്ച് കഴിയട്ടെ. കണ്ടോണ്ടിരിക്കാൻ തോന്നില്ലേ? അതെ അതെ. ആ മതി മതി, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അല്ല ചേച്ചി, സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? നമുക്കിപ്പോ തന്നെ തുടങ്ങാം. തുടങ്ങാം. നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. ഞാൻ ഉറങ്ങട്ടെ. അവരുറങ്ങിക്കോട്ടെ ചേച്ചി, നമുക്ക് ചെയ്യാം. വാടാ അർജുനെ, ഉറങ്ങാ. എടാ ഒരു മിനിറ്റ്, ഞാൻ ഈ കണീന്റെ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താട്ടെ. അതൊക്കെ എന്തിനാ? എടാ അവിടെ ഉള്ളവർക്കൊന്നും കണി കാണാൻ പറ്റൂലല്ലോ, അപ്പൊ നമുക്ക് അയച്ചു കൊടുക്കാം. ഇവൻ എവിടുന്നാണാവോ ഇനി മാത്രം എനർജി. നീ മാറിന്നേ, ഞാൻ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. നീ എടുത്തിട്ട് വാ, ഞാൻ ഉറങ്ങട്ടെ. ആ ആ ആരത് രാവിലെ തന്നെ മെസ്സേജ് ഇടുന്നേ? സമാധാനം തരൂല. ഈ കൊരങ്ങനായിരുന്ന ഇവൻ എന്താ ഈ രാത്രി അയച്ചേ? ഓ, കണീന്റെ ഫോട്ടോ ആണോ? കണിയൊക്കെ കണ്ടോ? എന്നെന്തായാലും വിളിക്കാഞ്ഞേ? അല്ലെങ്കിൽ ഇവിടെ ആരും എന്നെന്തിനും വിളിക്കില്ലല്ലോ. ചിന്നു കയറി വാ. ഹായ്. എടാ അടിപൊളി. ഞാനെങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം. എവിടെ ബാക്കിയുള്ളവരൊക്കെ? അമ്മ ആന്റിയൊക്കെ അടുക്കളയിലാ. മൂട്ട് നേരണ്ട്. എന്തേ? അല്ല, ബാക്കിയുള്ളവരെവിടെന്ന്? ഓ, അർജുനേട്ടനാണോ? അർജുനേട്ടൻ മേലെ കിടന്നുറങ്ങ. നീ കളിക്കലേ? ചേട്ടനെയാണോ? ഇപ്പൊ വിളിക്കേ. ചേട്ടാ ഇവിടെ ഇവിടെ. നീ ചോദിച്ചാളതേ. മതി മതി. എങ്ങനെയുണ്ട് ചേട്ടാ ചിന്നുനെ? രസമുണ്ടല്ലോ. അത്രേ ഉള്ളൂ? എന്താണ് ചേട്ടാ, അത്രേ ഉള്ളൂല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ല, നല്ല ഭംഗിയുണ്ട്. ചിന്നു, ചേട്ടൻ എങ്ങനെയുണ്ട്? വലിയ രസമൊന്നുമില്ല. അതെന്താ അങ്ങനെ? ഷർട്ട് രസമില്ലായിട്ടാണോ കളർ രസമില്ലായിട്ടാണോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും രസമില്ല. ചേടാ, ചേട്ടന്റെ മൂഡ് ഫുള്ള് പോയി. എന്റെ മൂഡ് പോയിട്ടൊന്നുമില്ല. അത് മുഖത്ത് കാണാനുണ്ട്. വാ ചിന്നു, റൂമിൽ പോവാ. വരുന്നു. അതെന്തോളം അങ്ങനെ പറഞ്ഞേ? ശരിക്കും രസമില്ല. എന്റെ മൂഡ് ഫുള്ള് പോയി. ഇവനിതെന്തു പറ്റി? ഡാ സജിനെ, എന്തേ? നിനക്കെന്തു പറ്റി? ഒന്നുമില്ലടാ. ഒന്നുമില്ലേ എന്നല്ല, എന്തോണ്ട്. എന്തേ? എടാ, എന്നെ കാണാൻ രസമില്ല. എന്താണിപ്പൊ അങ്ങനെ ഒരു ഡൗട്ട്? എടാ, ചിന്നു പറഞ്ഞു എന്നെ കാണാൻ രസമില്ലാന്ന്. നിന്നെ ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അവക്കെന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷർട്ടാണോ പ്രശ്നം, അതോ വേറെന്തെങ്കിലും ആണോ? നീ അവളോട് പോയി ചോദിക്കു കുട്ടാ. ഇത് എന്തൊരു കഷ്ട. അവൾ തന്നെയല്ലേ ഈ ഷർട്ട് സെലക്ട് ചെയ്തത്. പോയി ചോദിച്ചു നോക്ക് എന്താന്ന്. അല്ല, അപ്പോ നേരത്തെ വന്നത് അവളാണോ? അവളാ വന്നേ. എന്തേ? ഒന്നുമില്ല. നീ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ചെറുതായിട്ട്. ഓ, അപ്പൊ എന്തോ കത്തി തുടങ്ങിയിട്ടുണ്ടല്ലേ? കത്തി തുടങ്ങിയിട്ടൊന്നുമില്ല. അവളുള്ളപ്പോ ഒരു രസം, ഇങ്ങനെ തല്ലുണ്ടാക്കാലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ എന്താ സംഭവം. വേഗം ചെല്ലി. എന്നാലും അവളെന്താ വരാത്തേ? 10 മണിയായല്ലോ. വരുമായിരിക്കും. വീട്ടിലൊക്കെ വിഷു ആഘോഷിക്കണ്ടേ? അവിടെ ഇപ്പൊ വിഷുവാഘോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവല്ലേ? ഡീ, നീ അവിടെ പോവാൻ തീരുമാനിക്കുന്നുണ്ടോ? ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഓ, അവളൊരു ഫ്രണ്ടിന്റെ വീട്. മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. കുടുംബക്കാരൊക്കെ വരുന്നതാ. നീ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്, കേട്ടല്ലോ? ഫോൺ ഓഫ് ആക്കിയിടാ, ഇല്ലേ അവരൊക്കെ വിളിക്കൂലേ? ഓഹോ, ഇവിടെ നിൽക്കണോ? എന്താ? ഡിപ്രഷനിലാ? ഞാൻ ഡിപ്രഷനിലൊന്നല്ല. ഞാൻ എന്തിനാ ഡിപ്രഷൻ അടിക്കണേ? ഓ, അപ്പൊ സങ്കടത്തിലൊന്നല്ലേ? എന്നാ ശരി. എന്താ ചിന്നു? പ്രശ്നം എന്താന്ന് പറ. പ്രശ്നം എന്താന്ന് നിനക്കറിയില്ല? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ എന്തിനാ എന്നെ കാണാൻ രസമില്ലാന്ന് പറഞ്ഞത്? അത് വിട്ടില്ലേ, ഞാൻ അങ്ങനെയൊക്കെ പറയോ? നീ പറഞ്ഞല്ലോ. ചേടാ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതൊക്കെ സീരിയസ് ആക്കി എടുക്ക. ശരിക്കും വെറുതെ പറഞ്ഞതാ? എനിക്ക് ഫീലായി. അച്ചുടാ, ഫീലായോ? ആയി. ഫീലായതിനെ ഞാനിപ്പോ എന്ത് ചെയ്യണം? അത് പറ, ചെയ്യാം. ഒരു സോറി പറ. സോറി മാത്രം മതി? ഇപ്പോഴത്തേക്ക് അത് മതി. എന്നാ ശരി, സോറി മതിയോ? ഫുഡ് കഴിച്ചോ? ഇല്ല.
അതെന്താ പോയി കഴിക്കി. അതിന് ചില ആൾക്കാർ വന്നില്ലല്ലോ ഫുഡ് കഴിക്കാൻ. അതേത് ചില ആൾക്കാര്? ദേ എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ. ഇയാൾക്ക് ഫുഡൊന്നും വേണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം, നീ പോയി കഴിച്ചോ. അത് വേണ്ട, കഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കഴിച്ചാൽ മതി കേട്ടോ. പോയി കഴിക്കി ചിന്നു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വരാണ്ട് ഞാൻ കഴിക്കില്ല. ഓ എന്നാ വാ. ആ അങ്ങനെ നല്ല കുട്ടിയായിട്ട് വാ. ഇപ്പൊ അവരെല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ എന്തിനാ അവരെ പറ്റി ആലോചിക്കുന്നേ? അവരൊന്നും എന്നെ പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവരെ ലൈഫും എൻ്റെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. പുറത്തുനിന്ന് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആരൊക്കെ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഈ സാരി ഈ വിഷുവിന് എടുക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. ഇത് അമ്മയ്ക്ക് കൊടുക്കാം. പക്ഷെ ഈ സാരിനോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നെന്താ? അനു, വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വൃത്തികെട്ട ജന്മാണ് നീ. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. വിഷു ആഘോഷിക്കുന്നവരെ ആഘോഷിക്കട്ടെ. ഫോണൊന്ന് ഓണാക്കി നോക്കാല്ലേ, അവരൊക്കെ ടെൻഷൻ അടിക്കൂല്ലെങ്കിൽ. നല്ല അടിപൊളി സദ്യ ആയിരുന്നല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നടാ അർജുനെ? ആ കൊഴപ്പില്ല. ഇവൻ ഇതെന്താണ്? എടാ അവളെ വീട്ടിൽ വിഷു ആഘോഷിക്കണ്ടേ? എടാ അവൾ ആഘോഷിച്ചോട്ടെ, ഫോണൊന്നും എടുത്തൂടെ? എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കുന്നറിയോ? ഓ കലിപ്പം തന്നെ. മിണ്ടല്ലേ മീരെ. ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടൻ വേറെ രീതിയിൽ എടുക്കരുത്. എന്ത് കാര്യം? അനുവിന്റെ വീട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് വീടാ. പ്രത്യേക ടൈപ്പ് എന്ന് പറയുമ്പോ? അവളെ വീട്ടില് അവളായിരിക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അതെന്താ? അതൊന്നും എനിക്കറിയില്ല, അമ്മമ്മ പറഞ്ഞു കേട്ടതാ. അവളെ വീട്ടിൽ അവളെ ആർക്കും ഇഷ്ടമല്ല. അവളെ അച്ഛനും അമ്മയ്ക്കും അനിയനും ഒന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയുമ്പോ? അവക്ക് അവളെ വീട്ടിലൊരു ഫ്രീഡം ഇല്ല, പുറത്തു പോണെങ്കിലോ ഒന്നിനും. പിന്നെ റെയറായിട്ടൊക്കെയാണ് അവളെ പുറത്തേക്കൊക്കെ വിടുന്നത്. ഇടയ്ക്ക് അവിടുന്ന് ഭയങ്കര കരച്ചിലും അടിയും ഒക്കെ കേൾക്കാം. പാവം ചേച്ചിയില്ലേ? അതെ. അല്ല ചേട്ടാ, അച്ഛൻ വരൂലേ? ആ അച്ഛൻ രാത്രിയാകുമ്പോ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ചിന്ന നീന്ന് പോവില്ലല്ലോ അല്ലേ? അയ്യോ എനിക്കിന്ന് പോണോ? ആ നീ ഇപ്പൊ പോ. പറ്റൂല കേട്ടോ ചേട്ടാ, ഞാൻ പോവേ. നിന്നെ ഞങ്ങൾ വിട്ടാലല്ലേ നീ പോവുള്ളൂ. നീ ഇന്ന് പോണ്ട, നാളെ രാവിലെ ഞാൻ വീട്ടിലാക്കി തരാം, പോരെ? ഞാൻ അമ്മമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്കിപ്പോ വിളിച്ചറിയാം. ചേട്ടാ എന്റെ 2-3 ഫോട്ടോ എടുത്തന്നെ. അർജുനോട് പറ, അവന്റെ ഫോണോ നല്ലത്. അർജുനേട്ടാ എടുത്തരോ? ഒരു വൈകുന്നേരമായിട്ട് എടുത്തന്നാ പോരെ? ആ മതി. സജിനെ, നിന്റെ ബൈക്കോടെ? ബാക്കിലുണ്ടല്ലോ. നിനക്കിപ്പോ നിന്റെ ബൈക്ക്? എന്നെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, ഞാൻ അവനൊന്ന് പോയി കാണട്ടെ. ആ ഓക്കെ. വാ ചിന്നു, നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം. ഞാനും വരാം. ചേട്ടൻ എന്തായാലും വരണം. വാ, ചേട്ടൻ വേണ്ടി എടുത്തരേ. ആ എന്നാ നടക്ക്. അവക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, പോയി നോക്കാം. ആരീ നേരത്തെ വിളിക്കുന്ന? ഉറങ്ങാൻ സമ്മതിക്കൂല. ഇതാരത്? ഇവനെന്തിനാ വിളിക്കുന്നേ? എന്താ വരാത്ത ചോദിക്കാനേക്കും. എന്താ പറയാ? വീട്ടിലെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. ഹലോ ഹലോ ഹലോ, നീ എവിടെ? ഞാൻ വീട്ടില്. നീ എന്താ വീട്ടിലെ വരാഞ്ഞേ? അത് പിന്നെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ അതാ. പിന്നെ ഫോണ് ചാർജ് ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. നിന്റെ വീടിന്റെ ബാക്കിലുള്ള ആ റൂട്ടിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. 2 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, കേട്ടല്ലോ? ഞാൻ ടൈമർ വെക്കാൻ പോവാ, ഓക്കെ? അയ്യോ എടാ, ഹലോ ഹലോ. അയ്യോ കട്ടാക്കി. ഞാനിങ്ങനെ 2 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഇറങ്ങാനാ? ഈശ്വരാ, എല്ലാരും ഉറങ്ങാന്നാ തോന്നുന്നേ. എന്തായാലും പോയി നോക്കാം. അയ്യോ പ്രാന്തിലാണല്ലോ. ഓ ഞാൻ സെലക്ട് ചെയ്ത ഷർട്ടാണല്ലോ. അതെ. ആ കേട്ട്. മൊത്തം സംസാരിച്ചൂടെ? സൗകര്യമില്ല മൊത്തം വെക്കാൻ. കൊരങ്ങ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണോ നിന്റെ മറ്റവനാണെന്ന്? ഞാൻ പോവാ. ഡീ എന്താ? അപ്പൊ നിനക്ക് മര്യാദയ്ക്ക് വിളിച്ചാൽ ഇറങ്ങി വരാനൊക്കെ അറിയാലേ? എന്താ പറയാനല്ലോ വെച്ചോന്ന് വേഗം പറയോ. എനിക്ക് പോണം. എന്നെ അവിടെ ആരും തെരഞ്ഞാണ്ടല്ലോ. ആര് തരേൻ? അത് പിന്നെ എന്റെ വീട്ടുകാരൊക്കെ എന്നെ തരയില്ലേ? നിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും നീ എന്റെ കൂടെ വാ. എങ്ങോട്ട്? ഞാനൊന്നുമില്ല. നിന്റെ ജോലി എന്റെ അടുത്തുള്ളതേ. മര്യാദയ്ക്ക് വരുന്നോ അതോ ഞാനത്? ജോലി തൊട്ടൊന്നും കളിക്കില്ലേ? ആ എന്നാ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അങ്ങ് കേട്ടാ മതി. വാ. എങ്ങോട്ടാ? അത് നീ പോവും പറയും, വരാൻ നോക്ക്. ഈശ്വരാ, വീട്ടിലമ്മയെങ്ങാനും ഡോർ നോക്കുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ അന്ത്യം നടക്കും. ഇവനോട് ഞാനിത് എങ്ങനെയാ പറയാ? അല്ല ഇതെങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്, നീ വന്ന് കേറ്. ഞാൻ കേറൊന്നുമില്ല. നീ വന്ന് കേറുന്നോ അതോ ഞാൻ ജോലി? ഞാൻ പറഞ്ഞു ജോലി തൊട്ട് കളിക്കരുതെന്ന്.
അങ്ങനെ കളിക്കണ്ടെങ്കി മോള് വേഗം വന്ന് കേറിക്കോ. ഈശ്വരാ, വിഷുവിനുള്ള പണിയാണോ? ചെറുതായിട്ട്. മോള് വന്ന് കേറ്. എന്നാ പോയാലോ? ആ ആ ഒരു സുഖമില്ലല്ലോ. കുറച്ച് ഹാപ്പി ആയിട്ട് പറയാന്നേ. പോവാ. അതാണ്. എന്നാ ഓക്കെ. അല്ല, നമ്മളെന്താ ബീച്ചില്? എന്തിനാ മുത്ത എല്ലാരും ബീച്ചിൽ വരിക? സോറി ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്ന പോലെ വിളിച്ചതാ. ഗേൾഫ്രണ്ടോ? അതെ. എന്തേ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടെ? നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ട്, നീ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നേ? അതിന് നീ എന്റെ എനിമി, അവളെന്റെ ഗേൾ ഫ്രണ്ട് അല്ലടാ. ഓ, എനിമീനെ കൊണ്ട് ആരെയും കറങ്ങുവോ? ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ലേ കറങ്ങാ? എനിക്ക് ഇങ്ങനെ ഇഷ്ടം. വല്ലാത്തൊരു ജാതി തന്നെ. അല്ല, എന്നിട്ട് നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരോ? ആ, എന്താ അവൾക്ക് പേരില്ലേ? പേരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സ്നേഹത്തോടെ മുത്തേന്നാ വിളിക്കല്. പേര് പറ. അനു എന്നാ പേര്. അനു? അത് ഞാനല്ലേ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ അനു എന്ന് പേരുള്ളൂ? അതല്ല. ആ, അപ്പൊ വേറൊരു അനു. ഞാൻ ചോദിച്ചൊരു ഉത്തരം കിട്ടിയില്ലല്ലോ. നമ്മളിപ്പോ എവിടെ വന്നേ? നീ രാവിലെ മുതൽ വീട്ടിൽ വിഷു ആഘോഷിച്ച് അടിച്ചു പൊളിക്കല്ലേ, അപ്പൊ പിന്നെ കുറച്ച് റിലാക്സേഷൻ വേണ്ടേ, അതാ നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ. നല്ല ആഘോഷ. മര്യാദക്കൊരു കണി പോലും കണ്ടില്ല. ഇവന് ശരിക്കും ഗേൾഫ്രണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ എനിക്കെന്താ? വല്ലാത്തൊരു ജന്മം തന്നെയാ ഞാൻ. എന്തായാലും അച്ഛനും അമ്മ ആ റൂം തുറന്നു നോക്കുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. നിനക്ക് കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ആ അനു നീ തന്നെയാ മോളെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വൈകി പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോഴൊന്നും നിന്നോട് ഇത് ഞാൻ പറയില്ല. നീ ഇത് കേൾക്കാൻ പറ്റിയ മൂഡിലും അല്ല. അതെ, ഐസ്ക്രീം വേണോ? എനിക്കൊന്നും വേണ്ട. വേണ്ട, ഞാൻ വാങ്ങി കഴിക്കാൻ പോണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓ, ഇൻട്രസ്റ്റിംഗ്. നീ ഇത്ര സംസാരിക്കുന്ന ആളാന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ മനുഷ്യന്മാരെ സംസാരിക്കൂലേ? നല്ല വൃത്തികെട്ട കോമഡി. ഇഷ്ടപ്പെട്ടില്ല? ഇല്ല. അല്ല, എന്നിട്ട് മരിച്ചുപോയ ആളങ്ങനെ ജീവനോടെ വന്ന്? ആ, എന്റെ അച്ഛനും അമ്മയും US-ലെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഞാൻ ജീവനോടെ വന്ന്. ഓ, അങ്ങനെയാണല്ലേ അപ്പൊ US-ലെത്തിയത്? അതെ. എല്ലാവർക്കും ഓരോ കഥ ഉണ്ടല്ലേ? എല്ലാരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങളും കഥകളും ഒക്കെ അല്ലേ. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ജീവിക്കണം. ലൈഫില് നമ്മൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്, ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് എന്തെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതും ഒരു എനിമി പറഞ്ഞതുപോലെ എടുക്കണമെങ്കിൽ നീ അങ്ങനെ എടുത്തോ. ഏയ്, ഇപ്പൊ നിന്നെ എനിക്ക് എനിമിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഫ്രണ്ട് പോലെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ആ, അങ്ങനെ വരട്ടെ. ഒരു മിനിറ്റ്, എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. എടുത്തോ. ഇപ്പൊ വരെ. ആ, ഇവന്റെ ഉള്ളിലിപ്പോ ഒരു നല്ലവനുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ വരണേ. അത്ര ദുഷ്ടനൊന്നല്ല. ഹലോ അമ്മ, എന്തേ? ഹലോ. ആ അമ്മ പറ. നീ എവിടെയാടാ? അച്ഛനൊക്കെ വന്നേ. അച്ഛനോ? ആ, അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛനെന്താ പെട്ടെന്ന്? നമുക്ക് നാളെ പോണെന്ന് അച്ഛൻ പറയുന്നേ. അടുത്ത ആഴ്ചന്നല്ലേ പറഞ്ഞത്? ഓഫീസിൽ നീ ഇല്ലാതെ പറ്റൂലാന്ന്. അപ്പൊ അങ്ങോട്ട് പോണെന്നാ പറയുന്നേ. എന്തായാലും നാളെ രാത്രിത്തെ ഫ്ലൈറ്റിൽ നമുക്ക് പോണം. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയോ? നീ എവിടെയാ ഉള്ളത്? ഞാൻ അനന്യന്റെ കൂടെ പുറത്തു വന്നോ. ഓ, ആ മോളുണ്ടോ? അമ്മ ഒരു അരമണിക്കൂറും കൂടി പറ അച്ഛനോട്, ഞാൻ ഇപ്പൊ വരാം. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണേ. ആ, ഇതെന്തൊരു കഷ്ട. അടുത്ത ആഴ്ച എന്നല്ലേ പറഞ്ഞേ. എന്നാലും ഇപ്പൊ പോണ്ടേ? എന്നാലും പോണല്ലോ, കുറച്ചു നേരത്തെ ഉള്ളൂ. എന്തു പറ്റി ഹിറ്റ്ലറെ? ഇവിടുന്ന് പോയ പോലെയല്ലല്ലോ മുഖം. അത് പിന്നെ അനന്യ. ഓ, അനന്യ ഒന്ന് വിളിക്കണ്ട, അനുന്ന് വിളിച്ചാ മതി. ഉറപ്പാണോ? ആനേ, അനുന്ന് വിളിച്ചോ? എന്നാ അനു. എന്തു പറ്റി? അമ്മ എന്തിനാ വിളിച്ചേ? മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ അടുത്ത ആഴ്ച തിരിച്ചു പോണെന്നുള്ളത്. അത് അടുത്ത ആഴ്ചയല്ല, അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ അവിടെ ഓഫീസില് ആളില്ലാത്തോണ്ട് ഞാൻ നാളെ തന്നെ പോണെന്നാ പറയുന്നേ. നാളെന്ന് പറയുമ്പോ നാളെ രാത്രി ആയിരിക്കും ഫ്ലൈറ്റ്. പോയിട്ട് വാന്ന് പറയാൻ ചിലപ്പോ ഞാനിനി തിരിച്ചു വരണ്ടാവൂല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ US-ൽ സെറ്റിൽ ആവാനാണ് എന്റെ പ്ലാന്. അപ്പോ ഇങ്ങോട്ടിനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓ, അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റ് ആണല്ലേ? ലാസ്റ്റ് മീറ്റ് എന്ന് പറയാൻ നീ നാളെ വരുമോ? നാളെ എങ്ങോട്ട്? സജിന്റെ വീട്ടിലേക്ക് വന്നാ മതി. ഞാൻ എന്തായാലും അവിടെ നിന്നല്ലേ പോവുള്ളൂ. ഞാൻ എന്തിനാ വരാ? നമ്മുടെ എനിമീസ് അല്ലേ, അതിന്റെ ആവശ്യമില്ല. അപ്പോ നീയല്ലേ പറഞ്ഞത് കുറച്ചു മുന്നേ നമ്മള് ഫ്രണ്ട്സ് ആയെന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നമ്മൾ ഇന്ന് എനിമീസ് ആയിരിക്കും. പിന്നെ നീ പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓ, ഇനി മുഖം കാണണ്ടല്ലോ. എന്നാ പോയാലോ? പോവാം.
ഓ ഞാനിത് കേൾക്കാൻ കാത്തുകയെന്നു. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ട്. വാ വീട്ടിൽ പോവാ. ഞാൻ വണ്ടി ഒന്ന് തിരിക്കട്ടെ, നീ ഇവിടെ നിൽക്ക്. വേഗം. അല്ലെങ്കിലും അങ്ങനെയാ, ഞാൻ ആരോട് എടുത്ത് ഇടപഴകിയാലും ആരെന്നെ വിട്ടു പോയിട്ടോ. അങ്ങനെ ഇവനും പോയി, അത്രല്ലേ ഉള്ളൂ. അപ്പൊ ശരി, ആയിക്കോട്ടെ. നീ നാളെ വരില്ലല്ലോ? ഞാൻ എന്തിനാ വരുന്നേ? അല്ല നീ വാ, ഞാൻ പോവല്ലേ. ഇനിയിപ്പൊ ഞാൻ നാളെ രാവിലെ നേരത്തെ എണീച്ച് നിന്റെ വീട്ടിൽ വന്ന് എനിക്ക് വയ്യ. നീ പോവാൻ നോക്ക്. എന്നാ നീ വരണ്ട. അപ്പൊ ഇത് നമ്മളെ ലാസ്റ്റ് മീറ്റ് അല്ലേ? നീ നാളെ വരുന്നില്ലെങ്കിൽ ഇത് നമ്മളെ ലാസ്റ്റ് മീറ്റാണ്. നീ നാളെ വന്നില്ലെങ്കിൽ നമ്മളിനി കാണൂലല്ലോ. കാണരുതേ, അതാണ് എന്റെ പ്രാർത്ഥന. എന്നാ ഓക്കെ, ബൈ. എവിടെയും വെച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാതിരിക്കട്ടെ. നീ ഹാപ്പി ആയിരിക്കണം കേട്ടോ, വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കാര്യമല്ലേ മോനെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നിന്റെ വീട്ടിലാരും ഇല്ലായിരുന്നു. അവരിന്ന് രാത്രി വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടി ബീച്ചിലൊക്കെ പോയതിട്ടോ. ഓ അവര് പുറത്തു പോയോ? ആ രാവിലെ പറഞ്ഞിരുന്നു. എന്നാ ശരി, ഞാൻ പോവാ. ആയിക്കോട്ടെ, ബൈ. ബൈ. അപ്പൊ അവക്ക് എന്നോട് ഒന്നുമില്ലല്ലേ? ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിക്കാം. നീയും ഹാപ്പി ആയിരിക്കണം കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ലേ? അമ്മേ, ഇതാരിത്? പിന്നെ നീ വലുതായി പോയല്ലോ. വെറുതെ അല്ല, വലുതായി ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അച്ഛാ സുഖല്ലേ? സുഖമൊക്കെ തന്നെയാ. നീ വന്നോ? വന്ന്. അല്ല ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ബാക്കിയുള്ളവരൊക്കെ പടക്കം വാങ്ങാൻ പോയതാ, ഇപ്പൊ വരും. ആ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വേഗം വാ, കുറച്ച് സംസാരിക്കാനുണ്ട്. ആ അച്ഛാ. ആടാ വരെ. പൊട്ടിക്കട്ടെ? സജിനെ നീ പൊട്ടിക്കുന്നോ? വേണ്ട ചാച്ചൻ തന്നെ പൊട്ടിച്ചോ. എന്നാ ഞാൻ പൊട്ടിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ? അതെ. എടാ അർജുനെ നീ കത്തിക്കുന്നില്ലേ? ഇവൻ ഇത് ഏത് ലോകത്താ? അർജുനെ. എന്താ അമ്മ? നിന്നെ വിളിക്കുന്നേ. ആ എന്താ? നീ പടക്കം പൊട്ടിക്കുന്നില്ലേന്ന്? ഇല്ലടാ നിങ്ങൾ പൊട്ടിച്ചോ. അമ്മ എനിക്ക് നല്ല തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. ആ മോനെ, എന്റെ ആവശ്യം വിളിച്ചോട്ടോ. ഡാ അർജുനെ. എന്താടാ നിനക്കെന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല? സത്യം പറടാ, നീ ആ ഫ്രണ്ടിനെ കണ്ടു വന്നതിന് ശേഷം ഫുൾ മൂഡ് ഓഫ് ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്താന്ന് പറയടാ. നീ എന്നോട് കള്ളത്തരം പറയരുതിട്ടോ അർജുനെ. എന്താ സംഭവം പറ. ഒന്നുമില്ലടാ, വാ നമുക്ക് കിടക്കാം. നീ എന്താന്ന് പറഞ്ഞിട്ട് പോയാ മതി. എടാ അത് പിന്നെ, എടാ നിന്റെ കണ്ണൊക്കെ എന്താ അറിയുന്നേ? എടാ അത് എന്താ, ഒന്ന് പറ. എടാ എന്തു പറ്റി?